മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പ്രായമായ ആളുകൾ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് തൊണ്ടവേദനയും തലവേദനയും ശ്വാസം മുട്ടും വലിവും കാര്യങ്ങളൊക്കെ വരും അല്ലേ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. രണ്ട് രീതിയിൽ രണ്ട് നാച്ചുറലായിട്ട് ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം, നമുക്കും കഴിക്കാം. പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇതൊന്നും ചെയ്ത് കൊടുക്കട്ടെ. നല്ല രീതിയിൽ മാറ്റം കിട്ടുകയും നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ചുമയും ഇതൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുന്നതിന് പകരമായിട്ട് ഇതും 2 ദിവസം ചെയ്താൽ മതി, പെട്ടെന്ന് ആശ്വാസം കിട്ടും കേട്ടോ. ഫസ്റ്റത്തെ ടിപ്പ് പറഞ്ഞിടാവേ. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇതുപോലെ എടുത്തിട്ട് അങ്ങ് ചതയ്ക്കുക കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ ഇഞ്ചി ഇല്ല, അപ്പോൾ കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്ത് കഴുകി ചതച്ചെടുക്കണേ. ചതച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മളിത് വെള്ളം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം ചെറിയ കഷ്ണം എടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം 2 ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇഞ്ചിയുടെ കഷ്ണം കൂടുതൽ എടുക്കണം കേട്ടോ. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം ചേർത്തോ. ഞാനിപ്പോൾ 1 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. എനിക്ക് നല്ല പനിയുണ്ട്, ചുമയും തൊണ്ടവേദനയൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നമുക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ എടുത്ത് കഴിക്കുവാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ ഇതുപോലെ 2 പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കുരുമുളകിൻ്റെ ഇലയാണ്, കുരുമുളകിൻ്റെ ഇലയല്ല, കുരുമുളകിൻ്റെ പൊടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിയിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് കാപ്പിപ്പൊടി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഒരു നുള്ള കോഫി പൗഡർ കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പനി മാറും കേട്ടോ. കുട്ടികൾക്കും ഇത് കൊടുക്കാവേ. അപ്പോൾ ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ മാറും. പാരസെറ്റമോളൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് പെട്ടെന്ന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം ചുവന്നുള്ളിയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നേരം വെട്ടി തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പ്രായമായ ആളുകൾക്ക് പഞ്ചസാര പറ്റില്ലെങ്കിൽ നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1-1.5 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് ചെറുതായിട്ടല്ല ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറുനാരങ്ങയുടെ നീര്, ഒരുപാട് നാരങ്ങയുടെ നീര് വേണ്ട, നമുക്കൊരു ചെറിയൊരു കഷ്ണം നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഈ ആസ്മയും വലിവും ശ്വാസം മുട്ടും അലർജിയുടേതായ ഈ ചുമയും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, നെഞ്ചിൽ ഭയങ്കരമായിട്ട് കെട്ടിക്കിടണ കഫം, അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആശ്വാസം കിട്ടും. കെട്ടിക്കിടണ കഫമൊക്കെ ഉണ്ടെങ്കിൽ ഇളകിപ്പോരും. തലവേദന ഏറ്റവും ഇതായിട്ട് നമുക്ക് തലവേദന പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. നമുക്കത് ഇഞ്ചിയാണ്. അപ്പോൾ വേനൽക്കാലത്ത് ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് വെളിയിലൊക്കെ വെച്ച് അരിഞ്ഞ് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ചുക്കായി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ചുക്ക് നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ ചുക്ക് വാങ്ങാം കേട്ടോ. ഒരു 50 ഗ്രാം ചുക്ക് വാങ്ങിയെടുത്താൽ മതി. എന്നിട്ട് ചുക്ക് നമുക്ക് ഇതുപോലെ ചതച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചുക്ക് നമ്മൾ ചതയ്ക്കാണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഈ മിക്സിയുടെ ജാറിൽ കിടന്നതിന് കടകടാന്ന് ഒച്ചയും കേൾക്കും, അത് കറങ്ങിയിരിക്കും, പൊടിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചുക്ക് എടുക്കുമ്പം ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ വെളിയിൽ വെച്ചാലും മതി, കേട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് പൊടിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 1/2 സ്പൂൺ, കുട്ടികൾക്കാണെങ്കിൽ 1/2 സ്പൂൺ എടുത്താൽ മതി, നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിലുള്ള മഞ്ഞൾപ്പൊടി. ഇത് ചുമ, തൊണ്ടവേദന, ജലദോഷം, കഫക്കെട്ട് മാറാനായിട്ട് നല്ലതാണ്. നല്ല രീതിയിൽ ആശ്വാസം കിട്ടും കേട്ടോ. കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1/2 സ്പൂണോളം തേനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ ഒരു 1/4 എടുത്താൽ മതി. 1/4 എന്ന് പറയുന്നത് ഒരു 4-1 ഭാഗം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ചെറുനാരങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തൊണ്ടവേദനയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പം തൊണ്ടവേദന, തൊണ്ടക്കുത്തും, ഇങ്ങനെ ഈ കുത്തി ചുമയില്ലേ, അങ്ങനെയുള്ളവർക്ക് ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇട്ടിട്ടുണ്ടായി, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതുപോലെ ഇട്ടെടുത്തിട്ട് കയ്യിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നാക്കിക്കൊണ്ട് ഇടുന്നുള്ളൂ. അപ്പം ഈ കുട്ടികൾക്ക് കഫക്കെട്ട് കുറുകലൊക്കെ വരില്ലേ, അന്നേരം ഇതിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അപ്പം ചെയ്തു നോക്ക്, നമുക്കും ഇത് കഴിക്കാം കേട്ടോ. പിന്നെ പ്രായമായ അവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് എടുത്ത് കൊടുത്തു നോക്ക്. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ചായ ഇല്ലേ, ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. നല്ല രീതിയിൽ ആസ്മയും വലിവും ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. നെഞ്ചിൽ കഫം ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.